എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ ഇങ്ങനെ ഇൻട്രോ എന്നല്ലേ? ഇന്നെല്ലാം ഞാൻ അടുക്കളയിൽ നിന്നാണ് ചെയ്യണത്. സാധാരണ ഞാൻ ഇവിടെ ഞങ്ങളുടെ വീടിനൊരു വലിയ തിണ്ണയാണ്. അപ്പം തിണ്ണയിൽ വെച്ചിട്ടാകുമ്പോൾ നല്ല വെളിച്ചമാണ്, പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഭംഗിയാണ്. അത് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായത്. പിന്നെ എനിക്ക് അടുക്കളയിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം കുറച്ച് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ്, വെജിറ്റബിൾ ബിരിയാണി തന്നെയാണ്. പക്ഷേ അതിനൊരു ചെറിയ വ്യത്യാസമുള്ളത് ഇടിച്ചക്ക വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൂട്ടാനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ, പിന്നെ അതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു പരീക്ഷണമാണ് ഇടിച്ചക്ക ബിരിയാണി. എല്ലാം നമ്മുടെ മനസ്സിൽ തോന്നുകയാണ്, അപ്പം ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒന്നും ഫ്ലോപ്പ് ആയിട്ടില്ല. അല്ലേ മണി? അപ്പൊ എന്തായാലും നമുക്ക് അതൊന്നും ഉണ്ടാക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞു തരാം. അതേപോലെ അതെങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളതും അതിന്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ നമുക്ക് കാണാം. അപ്പൊ ഇടിച്ചക്ക ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇടിച്ചക്ക ഞാൻ ഇങ്ങനത്തെ പീസാക്കി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ കോളിഫ്ലവർ ഒക്കെ ഫ്രൈ ചെയ്യാറില്ലേ, അതുപോലെ ചെയ്തെടുക്കാനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ എന്തൊക്കെ എടുത്തതെന്ന് വെച്ചാൽ, ഒരു കപ്പ് മൈദ. അതൊരു ചെറിയ കപ്പാണ് കേട്ടോ. ചെറിയ കപ്പിന് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അത് എരിവുള്ള മുളക് പൊടി തന്നെയാണ്, കാശ്മീരി അല്ല എടുത്തത്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. തെറ്റിപ്പോന്ന് പറയുമ്പോൾ ഇത്രയും പൊടികൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ അതിനൊരിത്തിരി സ്വാദൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് കരിവേപ്പില ഇങ്ങനെ പിച്ചി ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒരു കഷ്ണ സവാളയും ഒരിത്തിരി, അതായത് ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുള്ള ബാറ്ററാണിത്. അത് നമുക്കിതിലൊഴിച്ച് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഒരു 1/4 മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ, എന്നാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചക്കയിൽ പിടിക്കും. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മാവ് ഇത്തിരി കട്ടിയിൽ തന്നെ ആവാട്ടോ, എന്നാൽ അതിൽ നന്നായിട്ട് ചക്കയിലൊക്കെ പറ്റിയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ അത് എന്താ പറയുക, ഒഴുകി നടക്കും. ഇങ്ങനെ വെള്ളം പോലെ ആകുമ്പോഴേ ശരിയാവില്ല. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ, അരമണിക്കൂർ വരെ വെച്ചാലും നല്ലതാണ്. സമയം പോലെ വെക്കാം, എന്നാലും ഒരു കുറച്ചെങ്കിലും 1/4 മണിക്കൂറെങ്കിലും ഇങ്ങനെ നമുക്ക് പുരട്ടി വയ്ക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അരി, ഞാൻ 1 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബിരിയാണി അരി 1 കിലോ നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ കുതിർത്തെടുത്ത അരിയാണ്. പിന്നെ വേണ്ടത് കുറച്ച് ബീൻസും ക്യാരറ്റും, കുറച്ച് മതി കേട്ടോ, അത് ഒരുപാടൊന്നും വേണ്ട. ഇതിവിടെ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാള ഇങ്ങനെ നീളത്തിൽ വളരെ നൈസായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇത് ചതച്ചെടുക്കാനാണ് കേട്ടോ. അരഞ്ഞ് മിനുസാവണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിനൊരു 8 വെളുത്തുള്ളിയും 8 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിനുള്ള മസാലകളാണ്. ഇത് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം, അത് ആവശ്യത്തിന് വേണമെങ്കിൽ പറയാം. മഞ്ഞൾപ്പൊടി ഇടാം, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇത് ബിരിയാണിയുടെ കൂട്ടാണ്. ഇതിൽ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ്, അത് ഞാൻ ഇതിൻ്റെ അടിയിലായിപ്പോയി. ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് കണ്ടോ, ഞാൻ കുറച്ച് നെയ്യിലും പിന്നെ ഇവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്താണ് ഞാനിത് ഉണ്ടാക്കണത്. നെയ്യ് നമ്മുടെ നാടൻ നെയ്യാണ് കേട്ടോ.
അതാണ് ഞാൻ അതെ, അത് പിന്നെ ഞാൻ അതുകൊണ്ട് തുറന്ന് കാണിച്ചത്. പിന്നെ വേണ്ടത് മല്ലിയില, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ, ഇത് വറുത്തിടാനാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇടിച്ചക്ക ദാ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് മെയിൻ സാധനം. അപ്പോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇപ്പുറത്ത് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വെച്ചിട്ടില്ലേ ഇടിച്ചക്ക, അത് നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം കുറച്ച് നെയ്യും ഓയിലും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കണേ. മതിയാവും. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇടിച്ചക്ക വറുത്തെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഇതാ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ മസാല കൂട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സവാള, ബാക്കി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അതിനൊരു പകുതിയോളം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ സവാള ഒന്ന് ചെറുതായിട്ട് കളറ് മാറുമ്പോൾ നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം ഈ സവാള ഒന്ന് വേഗം മൂത്ത് കിട്ടാനേ നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ട് കളറ് മാറിയപ്പോൾ നമുക്ക് ഈ പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വേവണതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അധികം മൂപ്പിക്കാത്ത കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളി സെപ്പറേഷനായിട്ട് ഇത്തിരി വറുത്തിടുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് വാടട്ടെ കേട്ടോ. പിന്നെ എന്താ വെച്ചാല് എല്ലാ ഇടിച്ചക്ക വിഭവം എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ. ഇപ്പൊ ചക്ക കാലമാണല്ലോ, ചക്ക എല്ലായിടത്തും ആയി വരുന്നുണ്ട്. അപ്പൊ മാക്സിമം ചക്ക യൂസ് ചെയ്യാന്നുള്ളതാണല്ലോ. ചക്ക വളരെ നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്ക, മാങ്ങ, കപ്പയ്ക്ക, ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം. അപ്പൊ എനിക്കത് കിട്ടുമ്പോഴെല്ലാം ഞാൻ മാക്സിമം ഞാൻ അങ്ങനത്തെയൊക്കെ തന്നെ ഉപയോഗിക്കാറുള്ളൂ. ചക്ക കാലത്ത് ചക്ക അങ്ങനെ. അപ്പോൾ ഇടിച്ചക്ക എന്നെല്ലാം പറയുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ്. അത് ഉപ്പിലിട്ടത് ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കുമോ അതൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതെന്തായാലും പരീക്ഷിക്കാതെ നിവർത്തിയില്ല. കാരണം കുറേ ദിവസങ്ങളായി ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒരു ഇടിച്ചക്ക ഇവിടെ ഇരിപ്പുണ്ട്, അന്ന് 2 കൊണ്ടുവന്നത്. അപ്പൊ അത് ഇത്തിരി വലുതാണ്. ഇടിച്ചക്ക പ്രായം കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു. അങ്ങനെ അപ്പൊ ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കുക എന്നുള്ള കുറേ ദിവസമായിട്ട് ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചെടുത്ത ഒരു സംഭവമാണ്. ഇവിടെ എല്ലാവർക്കും ബിരിയാണി വലിയ ഇഷ്ടമാണ്. ഇടിച്ചക്കയുടെയും ആൾക്കാരാണ്. ഞാൻ ഇടിച്ചക്ക കൊണ്ട് എന്തുണ്ടാക്കിയാലും ഇവർക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ. അപ്പോ ബിരിയാണി എന്ന് പറയുമ്പോൾ പിന്നെ കമന്ന് വീഴും എല്ലാവരും. എന്നാ പിന്നെ അത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ എണ്ണ മൂത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഇടിച്ചക്ക കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇടിച്ചക്ക ഞാൻ ലേശം കുറച്ചായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഇട്ടിട്ട് കുഞ്ഞു ചീനച്ചട്ടിയല്ലേ, അപ്പൊ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ ഇടിച്ചക്ക പെട്ടെന്നാവും, എളുപ്പമാണ്, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇവിടെ ആയിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. നമുക്കപ്പോൾ ഇതുപോലെ എല്ലാം വറുത്തെടുക്കണം. ഇത് കുറച്ചധികം ഉണ്ട്, കണ്ടോ, ഇത്രയുണ്ട്. ഇവിടെ രാത്രിത്തേക്കും കൂടെയുള്ള വിഭവമാണ്. ഉച്ചക്ക് മാത്രം രാത്രിയിലും കഴിക്കാം. അപ്പോൾ ഒന്നിച്ചങ്ങ് ഉണ്ടാക്കും ഞാൻ. പിന്നെ രാത്രിയിൽ വേറെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇത് വറുത്തെടുക്കണം. അതിന് അമ്മണി എന്നെ ഹെൽപ്പ് ചെയ്യണം. കാരണം ഇത് രണ്ടും കൂടെ നടക്കണമല്ലോ, വേഗം ആവണ്ടേ ഉച്ചയാകുമ്പോഴേക്കും. അപ്പൊ ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ പച്ചക്കറി ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിന്റെ പച്ചമണം ഒന്ന് മാറണം. എന്നിട്ട് വേണം നമുക്ക് അരിയൊന്നിട്ട് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊന്ന് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒരു ഇത്തിരി സ്ഥലമാക്കിയിട്ട് ആ എണ്ണയിലേക്ക് ഇതിടാം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ.
എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് വറുത്താൽ മതിയാവും. ഇപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിൻ്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് മസാലകൾ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല, ഇത്ര ഇട്ടിട്ട് ഈ പൊടികളുടെ ഒരു പച്ചമണം പോണം. നമുക്ക് ഇതാ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി, 1 കിലോ അരിയാണ്, അതിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ ഇവിടെ അരി നന്നായിട്ട് വറവായിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം പാകത്തിന് ഒഴിക്കുക വേണ്ടത്. അതായത് ഇതാ ഈ കപ്പിന് നിറച്ചെടുത്താലാണ് 1 കിലോ കണക്കാണ്. എൻ്റെ 1 കിലോൻ്റെ കപ്പാണ് കേട്ടോ ഇത്. അപ്പം ഇത് 1 കപ്പ് അരി ആകുമ്പോൾ ഇതിൽ 2 കപ്പ് വെള്ളം, അതാണ് ഞാൻ കണക്കാക്കി എടുക്കാറ്, ഇരട്ടി വെള്ളം. അപ്പോൾ അത് ഞാനിവിടെ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം, അത് ഈ സമയത്ത് നമുക്കിടാം. ഓൾറെഡി പച്ചക്കറിക്കും ഉള്ളിക്കും ഒക്കെ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ നോക്കിയിട്ട് ഇടണം. നമ്മളിവിടെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അരി തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു മീഡിയത്തിലിട്ട് വേവിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ വെള്ളം വറ്റും, അരി വേവില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടാകുമ്പോൾ മീഡിയത്തിലിട്ട് വേവിക്കാം. ഇതൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാം, ഇല്ലെങ്കിൽ മുകളിലത്തത് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും, അടിയിൽ വെന്തിട്ടും ഉണ്ടാവും. അപ്പം നമുക്കിവിടെ ബിരിയാണി വെന്തോന്നുള്ളത് നോക്കാം. ഓഹോ, വെന്തിട്ടുണ്ട്, പാകമായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ബേസിനിലേക്ക് ആദ്യം കുറച്ചിടാം. കുറച്ച് ചക്ക ഇടാം. അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചക്കയെല്ലാം ഇട്ടിട്ടുണ്ട്, വറുത്തെടുത്തതൊക്കെ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാളയ്ക്കും ചക്കയ്ക്കും ഒക്കെ ഒരു കളറല്ലേ. നമ്മളിതാ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇതൊക്കെ ഞാൻ നേരത്തെ വറുത്ത് വെച്ചു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. കാരണം 2 അടുപ്പ് കൂടാണ്ട് വേറൊരു അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ വറുത്തത്, അപ്പം അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് മല്ലിയിലയും കൂടെ വേറി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ടല്ലേ. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ആരാ ടേസ്റ്റ് ചെയ്യുന്നത്? വേഗം പറഞ്ഞോ. ഓടുന്നുണ്ട് ഒരാള്. അപ്പോൾ ഇതാ ഞാനിവിടെ പ്ലേറ്റിലൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു സലാഡും ഉണ്ടാക്കി കേട്ടോ, ചള്ളാസ് അതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഇരിക്കുന്നു? നന്നായിരിക്കുന്നു. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? അമ്മണിക്ക് തരാം. അടിപൊളി. അതെ, അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനും കൂടെ ടേസ്റ്റ് ചെയ്യാൻ, എന്തായാലും എന്റെ കയ്യിൽ പറ്റി. നല്ല സ്വാദുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കും എല്ലാം വലിയ ഇഷ്ടമായി. ഇപ്പൊ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാനിത് ഇവിടെ ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഇടിച്ചക്ക കൊണ്ട് വേറെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്ന് ഞാൻ കുറച്ച് ദിവസമായി ചിന്തിക്കണു. അപ്പൊ മനസ്സിൽ തോന്നിയാണ് കേട്ടോ. എന്തായാലും നല്ല സ്വാദാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. അപ്പൊ ഇന്നത്തെ വിഭവം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ്പായസം ബൈ ചിമു എന്ന് പറയുന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.